അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. വാൾട്ടും ജെസ്സിയും ലാബിൽ തിരക്കിട്ട പണിയിലാണ്. വാൾട്ടിന്റെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് വൈകിയ ബാച്ചുകളടക്കം എല്ലാം അവർ പൂർത്തിയാക്കി. ശേഷം ഓരോ ബോക്സിന്റെയും വെയിറ്റ് എടുത്ത് അതിൽ 200 പൗണ്ട് മെത്തുണ്ടെന്ന് അവർ ഉറപ്പുവരുത്തി. എന്നാൽ ഒരു ബോക്സിൽ ഏകദേശം 1.5 പൗണ്ട് അധികം ശ്രദ്ധിക്കുന്ന ജെസ്സി അത് വാൾട്ടിനെ അറിയിച്ചു. അത് കുഴപ്പമില്ലെന്ന വാൾട്ടിന്റെ മറുപടി ജെസ്സിക്ക് ഒട്ടും അംഗീകരിക്കാനായില്ല. ഗസ്സിന് നൽകേണ്ടത് 200 പൗണ്ടാണ്. ബാക്കിയുള്ള 1.5 പൗണ്ട് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവെക്കാമെന്നും അത്രയും പണി കുറയുമല്ലോ എന്നും ജെസ്സി വാൾട്ടിനോട് പറഞ്ഞു. എന്നാൽ വാൾട്ട് അത് സമ്മതിച്ചില്ല. ഈ ഉണ്ടാക്കിയത് മുഴുവനും നമ്മൾ ഇപ്പോൾ തന്നെ അവർക്ക് നൽകും. ഒരു ബാച്ച് ഒരു ഷിപ്മെന്റ്, അതാണ് രീതി. വെറുതെ ആവശ്യമില്ലാതെ കാര്യങ്ങൾ കുഴപ്പിക്കരുതെന്ന് വാൾട്ട് അവനോട് പറഞ്ഞു. ഇത് കേട്ട ജെസ്സി വാൾട്ടിനോട് ചില കാര്യങ്ങൾ പറഞ്ഞു. 3 മാസത്തേക്ക് $30 ലക്ഷം എന്ന പ്രതിഫലം നമുക്ക് നഷ്ടമാണെന്നും ആഴ്ചയിൽ 200 പൗണ്ട് എന്ന കണക്കിൽ 2400 പൗണ്ട് 3 മാസം കൊണ്ട് നമ്മൾ ഗസ്സിന് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പൗണ്ടിന് $40,000 എന്ന കണക്കിൽ 96 ലക്ഷം ഡോളറിനാണ് അയാൾ അത് വിൽക്കുന്നത്. അതിൽ നിന്നും നമുക്ക് കിട്ടുന്നത് വെറും 30 ലക്ഷവും. അയാൾ ശരിക്കും നമ്മളെ ചൂഷണം ചെയ്യുകയാണെന്നും കൂടുതൽ പണം ചോദിക്കണമെന്നും ജെസ്സി വാൾട്ടിനോട് പറഞ്ഞു. എന്നാൽ അതൊന്നും കേൾക്കാൻ വാൾട്ട് തയ്യാറായില്ല. 3 മാസം കഴിയുന്നതോടെ നീ ഒരു കോടീശ്വരനാണ്, എന്നിട്ടും എന്തിനാണ് ഈ ആർത്തിയും പരാതിയുമെന്ന് അവനോട് ചോദിക്കുന്ന വാൾട്ട് കൂടുതലൊന്നും സംസാരിക്കാതെ അന്നത്തെ ജോലി അവസാനിപ്പിച്ച് അവിടെ നിന്നും പോയി. അതേസമയം ലാബിലുണ്ടാക്കിയ മെത്ത് മുഴുവൻ കൃത്യമായ അളവിൽ പാക്ക് ചെയ്ത ശേഷം ആ പാക്കറ്റുകൾ പോളോസിൽ ചിക്കൻ പൊരിക്കാൻ ഉപയോഗിക്കുന്ന മാവ് നിറച്ച പ്ലാസ്റ്റിക് ബക്കറ്റുകളിൽ ഒളിപ്പിക്കും. പുറമേ നിന്ന് നോക്കുമ്പോൾ അത് കേവലം റെസ്റ്റോറന്റിലേക്കുള്ള ചിക്കൻ ഫ്രൈ ബാറ്റർ മാത്രമാണെന്നേ ആർക്കും തോന്നുകയുള്ളൂ. ഇങ്ങനെയാണ് ഗസ് തന്റെ മെത്ത് മറ്റുള്ള നഗരങ്ങളിലേക്ക് എത്തിച്ചിരുന്നത്. അപ്പോഴേക്കും ജോലി കഴിഞ്ഞ് വാൾട്ട് നേരെ പോയത് ആശുപത്രിയിൽ കിടക്കുന്ന ഹാങ്കിന്റെ അടുത്തേക്കാണ്. ഹാങ്കിന്റെ നില പതിയെ മെച്ചപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഹാങ്കിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനുമായ ഗോമസ് അവനെ കാണാനായി അവിടെ എത്തിയത്. ഹാങ്കിന്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്ന ഗോമസ്, നിനക്ക് ആശ്വാസം തരുന്ന ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നതെന്ന് ഹാങ്കിനോട് പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നീ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നീലമെത്തിന്റെ പിറകിലായിരുന്നു താനെന്നും അതിനെക്കുറിച്ച് ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും ഹാങ്കിനോട് പറയുന്ന ഗോമസ്, കഴിഞ്ഞ 2 മാസമായി നഗരത്തിൽ നിന്നും അപ്രത്യക്ഷമായ ആ സാധനം പെട്ടെന്ന് വീണ്ടും വിപണിയിൽ വ്യാപകമായിട്ടുണ്ട്. ടെക്സാസ്, നെവാഡ, ഫാമിംഗ്ടൺ തുടങ്ങി സൗത്തിലെ 5ഓളം പ്രവിശ്യകളിൽ അത് പടർന്നിട്ടുണ്ട്. ഗോമസ് ഇതെല്ലാം പറയുമ്പോൾ ഇതൊക്കെ വാൾട്ട് ഉണ്ടാക്കുന്ന മെത്താണോ എന്ന് സംശയിക്കുന്ന സ്കൈലർ വാൾട്ടിനെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും വാൾട്ട് ഒന്നും അറിയാത്ത പോലെ അവിടെ ഇരുന്നു. എന്നാൽ ഇത് കേൾക്കുന്ന ഹാങ്ക്, ഈ വാർത്ത എങ്ങനെയാണ് എനിക്ക് ആശ്വാസം നൽകുന്ന വാർത്തയാകുന്നതെന്ന് ഗോമസിനോട് ചോദിച്ചു. ഹൈസൻബർഗിനെയും അവന്റെ നീല മെത്തിനെയും കുറിച്ച് നീ പറഞ്ഞതെല്ലാം ശരിയായിരുന്നുവെന്നും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നീ മാത്രമാണ് മുൻകൂട്ടി കണ്ടതെന്നും ഗോമസ് ഹാങ്കിനോട് പറഞ്ഞു. പെട്ടെന്ന് കടുത്ത വേദന അനുഭവപ്പെട്ട ഹാങ്ക് തനിക്ക് എന്തെങ്കിലും പെയിൻ കില്ലർ നൽകാൻ മേരിയോട് ആവശ്യപ്പെട്ടു. ഡോക്ടറെ വിളിക്കാൻ പുറത്തേക്കിറങ്ങിയ മേരി ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി അവനോട് സംസാരിക്കേണ്ടെന്ന് ഗോമസിനോട് പറഞ്ഞു. മേരി പുറത്തേക്കിറങ്ങിയതോടെ ഹാങ്ക് ചില സത്യങ്ങൾ ഗോമസിനോട് പറഞ്ഞു. നീ പറഞ്ഞതുപോലെ ഞാനൊന്നും മുൻകൂട്ടി കണ്ടിരുന്നില്ല. എപ്പോഴും സംഭവിക്കുന്നത് പോലെ ഞാൻ ഇതിലും വൈകിപ്പോയിരുന്നു. ഞാനിപ്പോൾ ജീവനോടെ ഇരിക്കാൻ കാരണം അന്നെനിക്ക് ഒരു വാണിംഗ് കോൾ ലഭിച്ചതുകൊണ്ടാണ്. തന്നെ ആക്രമിക്കാൻ അവർ വരുന്നതിന് തൊട്ടു മുൻപ് ശബ്ദം തിരിച്ചറിയാത്ത വിധം ആരോ ഫോണിൽ വിളിച്ച് തന്നെ കൊല്ലാൻ 2 പേർ വരുന്നുണ്ടെന്നും എത്രയും പെട്ടെന്ന് അവിടെ നിന്നും രക്ഷപ്പെടാനും പറഞ്ഞിരുന്നു. മേരിയുടെ കയ്യിലുള്ള എന്റെ ഫോൺ എടുത്ത് ആ കോളിനെക്കുറിച്ച് നീയൊന്ന് അന്വേഷിക്കണമെന്നും ഹാങ്ക് ഗോമസിനോട് പറഞ്ഞു. ഇതെല്ലാം കേൾക്കുന്ന വാൾട്ടിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ടായിരുന്നു. അതേസമയം റീഹാബിൽ എല്ലാ ആഴ്ചയും നടക്കുന്ന റീകവറി പ്രോഗ്രാമിൽ പങ്കെടുക്കുകയാണ് ജെസ്സി. റീഹാബിലെ ചികിത്സകൾക്ക് ശേഷം അവരുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് ആളുകൾ പരസ്പരം പങ്കുവെക്കുന്ന ഒരു കൂട്ടായ്മയായിരുന്നു അത്. അവിടെ വെച്ച് ജെസ്സി തന്റെ പുതിയ ജോലിയെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും അവരോട് സംസാരിച്ചു. നഗരത്തിലെ ഒരു വലിയ ലൗണ്ടറിയിലാണ് തനിക്കിപ്പോൾ ജോലിയെന്ന് പറയുന്ന ജെസ്സി അവിടത്തെ കർശനമായ നിയമങ്ങളും യാതൊരു വികാരവുമില്ലാത്ത ജോലിക്കാരും മേലുദ്യോഗസ്ഥരും കാരണം ജീവിതം വിരസമായാണ് മുന്നോട്ടു പോകുന്നതെന്ന് അവരോട് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഗസ്സിന്റെ പുതിയ മെത്ത് ലാബിനെക്കുറിച്ചും അവിടെയുള്ള അവസ്ഥകളെക്കുറിച്ചുമാണ് മറ്റൊരു രീതിയിൽ ജെസ്സി അവരോട് പറഞ്ഞത്. അതേസമയം ആശുപത്രിയിൽ കിടക്കുന്ന ഹാങ്കിന് ലഭിച്ച സമ്മാനങ്ങൾ പരിശോധിക്കുന്ന സ്കൈലറും മേരിയും സ്കൈലറിന്റെ ബോസായ ടെഡ് കൊടുത്തുവിട്ട സമ്മാനങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ടു. വില കൂടിയ പഴങ്ങളും ചോക്ലേറ്റുകളും കാണുന്ന മേരി ഓഫീസിൽ നിന്നും ആവശ്യത്തിന് ലീവും ഇത്തരം സമ്മാനങ്ങളും നൽകുന്ന ഒരു ബോസിനെ കിട്ടിയത് നിന്റെ ഭാഗ്യമാണെന്നും തനിക്കും അവിടെ ഒരു ജോലി വാങ്ങിത്തരണമെന്നും തമാശയായി അവളോട് പറഞ്ഞു. അപ്പോഴേക്കും ഹാങ്കിന്റെ ആരോഗ്യനില പരിശോധിക്കാനെത്തിയ ഡോക്ടർ അവന്റെ കാലുകളിലെ ഞരമ്പുകളുടെ പ്രതികരണം പരിശോധിച്ചു. കാലിന്റെ പല ഭാഗങ്ങളിലായി സ്പർശിക്കുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ ഒരു ചെറിയ തരിപ്പ് അനുഭവപ്പെടുന്നുണ്ടെന്ന് ഹാങ്ക് പറഞ്ഞു. അതൊരു പ്രതീക്ഷയുള്ള കാര്യമാണെന്നും ഞരമ്പുകൾ വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നും ഡോക്ടർ മേരിയോട് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഹാങ്കിന് എപ്പോഴാണ് പഴയതുപോലെ
നടക്കാൻ സാധിക്കുന്നതെന്ന് മേരി ആകാംക്ഷയോടെ ചോദിച്ചു. മാസങ്ങൾ നീളുന്ന ഫിസിയോതെറാപ്പി ഇനിയും ആവശ്യമാണെന്നും എങ്കിലും പഴയതുപോലെ അവന് നടക്കാൻ കഴിയുമോ എന്നത് സംശയമാണെന്നും പറയുന്ന ഡോക്ടർ ഇൻഷുറൻസ് പേപ്പറുകൾ റെഡിയായാൽ അടുത്ത ആഴ്ച മുതൽ ഫിസിയോതെറാപ്പി തുടങ്ങാമെന്നും പറഞ്ഞു. എന്നാൽ അത് പോരെന്ന് പറയുന്ന മേരി എത്രയും പെട്ടെന്ന് ദിവസേനയുള്ള ഫിസിയോതെറാപ്പി തുടങ്ങണമെന്ന് അവരോട് ആവശ്യപ്പെട്ടു. ശേഷം അവരോട് പുറത്തുവെച്ച് സംസാരിക്കുന്ന മേരിയോട് ഇൻഷുറൻസ് പ്ലാൻ പ്രകാരം ആഴ്ചയിൽ 4 ദിവസം മാത്രമേ ഫിസിയോതെറാപ്പി ലഭിക്കൂ എന്നും ഇൻഷുറൻസിന്റെ പരിധിയിലുള്ള തെറാപ്പിസ്റ്റുകൾ കുഴപ്പമില്ലാത്തവരാണെന്നും പറഞ്ഞു. അത്തരത്തിൽ കുഴപ്പമില്ലാത്തവരെ തനിക്ക് ആവശ്യമില്ലെന്നും ഹാങ്കിന് ഏറ്റവും നല്ല തെറാപ്പിസ്റ്റുകളെ താൻ പുറത്തുനിന്നും കൊണ്ടുവരുമെന്നും ഇൻഷുറൻസ് കമ്പനി അതിന്റെ പണം തനിക്ക് പിന്നീട് തന്നാൽ മതിയെന്നുമായിരുന്നു മേരിയുടെ മറുപടി. എന്നാൽ ഇൻഷുറൻസ് കമ്പനിയുടെ നിയമങ്ങൾ പാലിക്കാതെ പുറത്തുനിന്ന് ചികിത്സകൾ എടുത്താൽ അവർ പണം നൽകാൻ സാധ്യതയില്ലെന്നും ഫിസിയോതെറാപ്പിക്ക് ശേഷം ഹോം നഴ്സ്, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയ്ക്കായി ലക്ഷക്കണക്കിന് ഡോളർ ചിലവ് വരുമെന്നും അത് സ്വന്തമായി കണ്ടെത്താൻ ശ്രമിച്ചാൽ കുടുംബം പാപ്പരാകാൻ സാധ്യതയുണ്ടെന്നും അവർ പറഞ്ഞു. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ തന്റെ ഭർത്താവിന്റെ ചികിത്സയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ലെന്നും നിങ്ങൾക്കറിയാവുന്നതിലും വെച്ച് ഏറ്റവും മികച്ച ഫിസിയോതെറാപ്പിസ്റ്റിനെ തന്നെ ഇൻഷുറൻസ് പ്ലാനിന്റെ പുറത്തുനിന്നായാലും ഹാങ്കിനായി കൊണ്ടുവരണമെന്ന് മേരി അവരോട് ഉറപ്പിച്ചു പറഞ്ഞു. അതേസമയം സോൾ പറഞ്ഞതനുസരിച്ച് ജെസ്സി അവനെ കാണാൻ ഒരു സലൂണിലെത്തി. ജെസ്സിയെ സലൂണിലേക്ക് സ്വാഗതം ചെയ്യുന്ന സോൾ അവിടുത്തെ ജീവനക്കാരോട് ജെസ്സിക്ക് നല്ലൊരു മസാജ് ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അതൊന്നും വേണ്ടെന്ന് പറയുന്ന ജെസ്സി തന്നെ വിളിപ്പിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചു. ഗസിന്റെ കയ്യിൽ നിന്നും വാൾട്ടിന് ലഭിക്കാൻ പോകുന്ന 30 ലക്ഷം ഡോളറിന്റെ പകുതി ജെസ്സിക്ക് ലഭിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ സോൾ ആ കള്ളപ്പണമെല്ലാം വെളുപ്പിക്കാൻ ഞാൻ നിന്നെ സഹായിക്കാമെന്നും ഏകദേശം 3 ലക്ഷത്തിന് വിൽക്കാൻ വെച്ച ഈ സലൂൺ നീ വാങ്ങുകയാണെങ്കിൽ ഇതിൽ നിന്നും ലഭിക്കുന്ന വരുമാനമായി എല്ലാ മാസവും ഒരു തുക കാണിച്ച് നിനക്ക് നിന്റെ കള്ളപ്പണമെല്ലാം വെളുപ്പിക്കാമെന്നും സോൾ അവനോട് പറഞ്ഞു. എന്നാൽ യാതൊരു നിയമക്കുരുക്കുകളും ഇല്ലാതെ ഇതെല്ലാം ചെയ്തു തരുന്നതിന് മൊത്തം തുകയുടെ 17% കമ്മീഷനായി തനിക്ക് നൽകണമെന്ന് സോൾ പറഞ്ഞതോടെ ജെസ്സിയുടെ ഭാവം മാറി. വാൾട്ടിനോട് നിങ്ങൾ 5% വാങ്ങുന്നത്, പിന്നെ ഞാൻ എന്തിന് 17% തരണമെന്ന് ജെസ്സി സോളിനോട് ചോദിച്ചു. വാൾട്ടിന്റെ സീനിയോറിറ്റി മാനിച്ചാണ് ഇളവ് നൽകിയതെന്നും നിനക്ക് 17-ൽ കുറച്ച് ആരും ഇത് ചെയ്തു തരില്ലെന്നും സോൾ പറഞ്ഞെങ്കിലും തനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ് ജെസ്സി അവിടെ നിന്നും പോയി. അതേസമയം ഗസ്സിനെ ചെന്ന് കാണുന്ന വാൾട്ട് നമ്മൾക്കിടയിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടെന്നും അതെല്ലാം സംസാരിച്ച് ക്ലിയർ ചെയ്യാനാണ് താൻ വന്നതെന്നും പറഞ്ഞു. തുടർന്ന് വാൾട്ട് തന്റെ ചില നിഗമനങ്ങൾ ഗസ്സിനോട് പങ്കുവച്ചു. ലിയോണലും മാർക്കോയും ഹാങ്കിനെ ആക്രമിക്കുന്നതിനു മുൻപ് ആരോ വിളിച്ച് ഹാങ്കിന് അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. യഥാർത്ഥത്തിൽ അവരുടെ ലക്ഷ്യം താനായിരുന്നുവെന്നും എന്നാൽ ഹാങ്കിനെ വിളിച്ച അതേ വ്യക്തി തന്നെയാണ് അവരെ മനഃപൂർവ്വം തന്നിൽ നിന്നും ഹാങ്കിന്റെ അടുത്തേക്ക് തിരിച്ചുവിട്ടതും അതുവഴി തന്റെ ജീവൻ രക്ഷിച്ചതും. എന്നാൽ അത് ഹാങ്കിന്റെ കൊലപാതകത്തിൽ മാത്രം ഒതുങ്ങാതെ പകരം ഒരു അമേരിക്കൻ ഏജന്റിനെ മെക്സിക്കൻ മാഫിയ സംഘം ആക്രമിച്ചു എന്ന് വരുത്തി തീർക്കേണ്ടത് അയാളുടെ ആവശ്യമായിരുന്നു. ആ ഒരൊറ്റ നീക്കത്തിലൂടെ അമേരിക്കൻ മെക്സിക്കൻ സർക്കാരുകളെ മെക്സിക്കൻ കാട്ടലുകൾക്ക് എതിരാക്കാനും കാട്ടലുകളുടെ മെത്ത് വിതരണം പൂർണ്ണമായും ഇല്ലാതാക്കാനും കഴിഞ്ഞു. ഇതിലൂടെ അമേരിക്കയിൽ സ്വന്തമായി മെത്തുണ്ടാക്കാൻ കഴിയുന്ന ആ വ്യക്തിക്ക് മയക്കുമരുന്ന് വിപണി പൂർണ്ണമായും തന്റെ കാൽക്കീഴിലാക്കാൻ സാധിച്ചു. ആ വ്യക്തി നിങ്ങൾ തന്നെയാണെന്ന് തനിക്കറിയാമെന്നും തന്റെ ജീവൻ രക്ഷിച്ചതിന് നിങ്ങളോട് തനിക്ക് കടപ്പാടുണ്ടെന്നും പറയുന്ന വാൾട്ട് ഗസ്സിന്റെ ബുദ്ധിപരമായ ബിസിനസ് തന്ത്രത്തെ പ്രശംസിച്ചു. തന്റെ ബുദ്ധിപരവും അതീവ രഹസ്യവുമായ ആ നീക്കത്തെ വാൾട്ട് മനസ്സിലാക്കിയത് ഗസ്സിനെ ശരിക്കും ഞെട്ടിച്ചെങ്കിലും അയാൾ ഒന്നും പറഞ്ഞില്ല. തുടർന്ന് തന്റെ ചില സംശയങ്ങളും ആശങ്കകളും വാൾട്ട് ഗസ്സിനെ അറിയിച്ചു. നമ്മൾ തമ്മിലുള്ള 3 മാസത്തെ കരാർ അവസാനിച്ചാൽ പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് തനിക്കറിയില്ലെന്നും തന്റെ കുടുംബത്തിന്റെ സുരക്ഷ തനിക്ക് പ്രധാനമാണെന്നും വാൾട്ട് പറഞ്ഞു. ഗസ്സിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയതിനും ഭാവിയിൽ അയാളെ ഒറ്റാതിരിക്കാനും ജോലി കഴിഞ്ഞാൽ ഗസ് തന്നെയും കുടുംബത്തെയും ഇല്ലാതാക്കുമോ എന്ന ഭയം വാൾട്ടിനുണ്ടായിരുന്നു. എന്നാൽ നിങ്ങളുടെയും കുടുംബത്തിന്റെയും സുരക്ഷ ഞാൻ ഉറപ്പു നൽകുന്നു എന്ന് പറയുന്ന ഗസ് വാൾട്ടിനു മുന്നിൽ വലിയൊരു ഓഫർ വെച്ചു. നിലവിലെ കരാർ അവസാനിക്കുന്ന ദിവസം മുതൽ ഇനി അങ്ങോട്ട് 1 വർഷത്തേക്ക് $1.5 കോടി നൽകാമെന്നും വാൾട്ടിന് ഇഷ്ടമുള്ള കാലത്തോളം ആ തുക തരാൻ താൻ തയ്യാറാണെന്നും ഗസ് പറഞ്ഞു. തന്റെ 4 തലമുറയ്ക്ക് കഴിയാനുള്ള പണം ഓരോ വർഷത്തിൽ ലഭിക്കുന്ന ആ ഓഫർ സന്തോഷത്തിന് പകരം കടുത്ത ഭയമാണ് വാൾട്ടിന് നൽകിയത്. താൻ ചെന്നുപെട്ടിരിക്കുന്നത് ഒരിക്കലും പുറത്തു കടക്കാൻ കഴിയാത്ത ഒരു വലിയ ക്രിമിനൽ സാമ്രാജ്യത്തിലാണെന്നും ഹാങ്കിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം താനാണെന്നുമുള്ള കുറ്റബോധവും അവനെ വല്ലാതെ വേട്ടയാടി. അവിടെ നിന്നും മടങ്ങുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ തന്റെ മരണമാണ് ഏറ്റവും നല്ലതെന്ന് ചിന്തിക്കുന്ന വാൾട്ട് തന്റെ കണ്ണുകൾ രണ്ടുമടച്ച് വണ്ടിയുടെ സ്പീഡ് കൂട്ടി. എതിരെ വരുന്ന ഏതെങ്കിലും വാഹനത്തിലിടിച്ച് മരിക്കാമെന്നായിരുന്നു വാൾട്ടിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ എതിരെ വന്ന ഒരു വലിയ ട്രക്കിന്റെ കാതടപ്പിക്കുന്ന ഹോണിന്റെ ശബ്ദം കേട്ട് ഞെട്ടി കണ്ണു തുറന്ന വാൾട്ട് വണ്ടി വെട്ടിച്ച് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. അതോടെ താൻ ആഗ്രഹിച്ചാൽ പോലും ഇപ്പോൾ മരിക്കാൻ കഴിയില്ലെന്നും ചെയ്തുപോയ തെറ്റുകളുടെ ശിക്ഷ അനുഭവിക്കാനാണ് തന്റെ വിധിയെന്നും തിരിച്ചറിയുന്ന വാൾട്ട് യാത്ര തുടർന്നു. അതേസമയം കുറച്ചുനേരം കിടന്നു
കിടന്നുറങ്ങാനും ഒന്ന് ഫ്രഷ് ആകാനും സ്കൈലറിനൊപ്പം വീട്ടിലെത്തിയതാണ് മേരി. ഇൻഷുറൻസ് കമ്പനി ഹാങ്കിന്റെ ചികിത്സാ ചിലവുകൾ നിഷേധിച്ചാൽ കയ്യിലുള്ള പണമെല്ലാം തീരുമെന്ന ആശങ്ക അവൾ സ്കൈലറിനോട് പങ്കുവച്ചു. എന്നാൽ ഹാങ്ക് രാജ്യത്തിനു വേണ്ടി ജീവൻ കളയാൻ തയ്യാറായ ഒരു ഉദ്യോഗസ്ഥനാണെന്നും അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് കമ്പനിക്ക് അവന്റെ ചികിത്സാ ചിലവുകൾ നിഷേധിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞ് സ്കൈലർ മേരിയെ ആശ്വസിപ്പിച്ചു. അപ്പോഴാണ് ടെഡ് അവിടേക്ക് വരുന്നത്. താനുമായുള്ള ബന്ധത്തെക്കുറിച്ചെന്തെങ്കിലും ടെഡ് അവിടെ പറയുമോ എന്ന ഭയത്തോടെയായിരുന്നു സ്കൈലർ ടെഡിനെ സ്വീകരിച്ചത്. എന്നാൽ മേരി സന്തോഷത്തോടെ അവനെ പരിചയപ്പെടുകയും അവൻ ഹാങ്കിന് നൽകിയ സമ്മാനങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്തു. ശേഷം മേരി ഫ്രഷ് ആകാൻ പോയപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്കൈലർ തന്നെ വിളിക്കാത്തതുകൊണ്ടാണ് താൻ നേരിട്ട് വന്നതെന്നും നിനക്ക് സുഖമാണോ എന്നൊക്കെ ടെഡ് അവളോട് ചോദിച്ചു. ഹാങ്കിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ താനടക്കം എല്ലാവരും മാനസികമായി തകർന്ന നിലയിലാണെന്നും നമുക്ക് പിന്നീട് സംസാരിക്കാമെന്നും പറഞ്ഞ് അവൾ ടെഡിനെ തിരിച്ചയച്ചു. അതേസമയം പുറത്തുവെച്ച് സ്കിന്നിയെയും ബാഡ്ജറിനെയും കാണുന്ന ജെസ്സി തന്റെ പുതിയ ജോലിയെക്കുറിച്ചും അവിടുത്തെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അവരോട് പറഞ്ഞു. ജെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഗസിന്റെയും വാൾട്ടിന്റെയും കീഴിൽ പട്ടാള ചിട്ടയിൽ ജോലി ചെയ്യുക എന്നത് നരകതുല്യമായിരുന്നു. വാൻ ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം ഇഷ്ടത്തിന് ആരെയും കണക്ക് ബോധിപ്പിക്കാതെ ജോലി ചെയ്യാമായിരുന്നുവെന്ന് അവൻ അവരോട് പറഞ്ഞു. ശേഷം ജെസ്സി അവരോട് തന്റെ പുതിയ പ്ലാൻ പറഞ്ഞു. താൻ ജോലി ചെയ്യുന്ന ലാബിൽ ഓരോ ബാച്ചിലും 1.5 പൗണ്ടോ അതിലധികമോ മെത്ത് ഉണ്ടാകാറുണ്ടെന്നും ഇങ്ങനെ ലാബിൽ അധികം വരുന്ന മെത്ത് ഗസും വാൾട്ടും അറിയാതെ രഹസ്യമായി മാറ്റിവെച്ച് നമുക്ക് പുറത്തു വിൽക്കാമെന്നും ജെസ്സി അവരോട് പറഞ്ഞു. എന്നാൽ ആ മെത്ത് വാങ്ങിക്കാനുള്ള ആളുകളെ ജെസ്സി കണ്ടെത്തുന്നത് താൻ പോകുന്ന റീഹാബിൽ ചികിത്സയ്ക്ക് വന്നവരെ തന്നെയാണ്. ഇതിനായി ബാഡ്ജറിനെയും സ്കിന്നിയെയും അവൻ സപ്പോർട്ട് ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നു. ശേഷം നടക്കുന്ന ഗ്രൂപ്പിന്റെ മീറ്റിംഗിൽ ബാഡ്ജർ തന്റെ അനുഭവങ്ങൾ പങ്കുവച്ചു. മുൻപ് പലതവണ മെത്ത് ഉപേക്ഷിച്ച ആളാണ് താനെന്നും പക്ഷെ നഗരത്തിൽ പുതിയതായി ഇറങ്ങിയ ഒരു സാധനം കാരണം വീണ്ടും അതിലേക്ക് വീണുപോയെന്നും പറയുന്ന ബാഡ്ജർ തലയ്ക്ക് തീ പിടിക്കുന്നത് പോലെയുള്ള ആ സാധനം ഇപ്പോൾ കിട്ടാനില്ലാത്തത് മാത്രമാണ് തന്റെ ഏക ആശ്വാസമെന്നും എല്ലാവരോടും പറഞ്ഞു. ഇത് കേട്ട ഉടനെ നിങ്ങൾ സംസാരിക്കുന്നത് ആ നീല നിറത്തിലുള്ള മെത്തിനെ കുറിച്ചല്ലേ എന്ന് ചോദിച്ച് സ്കിന്നി ആ സംസാരത്തിൽ ഇടപെട്ടു. തനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് അത് വീണ്ടും മാർക്കറ്റിൽ എത്തിയിട്ടുണ്ടെന്നും ആരും അത് വാങ്ങരുതെന്നും സ്കിന്നി എല്ലാവരോടും പറഞ്ഞു. ലഹരിയിൽ നിന്നും രക്ഷപ്പെടാൻ അവിടെ എത്തിയവരെ നീല മെത്തടിച്ചാൽ ഉണ്ടാകുന്ന ട്രിപ്പിനെപ്പറ്റി സംസാരിച്ച് അവരെ വീണ്ടും അതിലേക്ക് ആകർഷിച്ച് തങ്ങളുടെ കസ്റ്റമറാക്കി മാറ്റുക എന്നതായിരുന്നു ജെസ്സിയുടെയും കൂട്ടുകാരുടെയും പ്ലാൻ. അതേസമയം ആശുപത്രിയിൽ ഹാങ്കിന്റെ ചികിത്സയ്ക്കുള്ള പണം ഇൻഷുറൻസ് കമ്പനി നിഷേധിക്കുമോ എന്ന് ഭയന്ന മേരി അവരെങ്ങാനും അങ്ങനെ ചെയ്താൽ താൻ അവർക്കെതിരെ കേസ് കൊടുക്കുമെന്നും പത്രക്കാരെയും മറ്റും ഈ വിവരം അറിയിച്ച് അതൊരു വലിയ ഇഷ്യൂ ആക്കുമെന്നും സ്കൈലറിനോടും വാൾട്ടിനോടും പറഞ്ഞു. മേരിയുടെ ദേഷ്യവും സങ്കടവും മനസ്സിലാക്കുന്ന വാൾട്ട് നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ലെന്നും ഹാങ്കിന്റെ ചികിത്സകൾ എന്ത് വില കൊടുത്തും നമ്മൾ നടത്തുമെന്നും അവളെ സമാധാനിപ്പിച്ചു. ഇത് കേൾക്കുന്ന സ്കൈലറിന് പെട്ടെന്നൊരു ബുദ്ധി തോന്നി. എല്ലാവരുടെയും മുന്നിൽ വാൾട്ട് ഒരു പാവപ്പെട്ടവനായ സ്കൂൾ അധ്യാപകനാണ്. വാൾട്ടിന്റെ കയ്യിൽ കോടിക്കണക്കിന് രൂപയുണ്ടെന്നറിയാവുന്നത് സ്കൈലറിന് മാത്രമാണ്. ആ പണമെടുത്ത് ഹാങ്കിനെ സഹായിക്കാമെന്ന് ചിന്തിക്കുന്ന സ്കൈലർ ആ പണം എങ്ങനെ വാൾട്ടിന് ലഭിച്ചു എന്ന ചോദ്യം മേരിയും ഹാങ്കും ചോദിക്കാതിരിക്കാൻ സമർത്ഥമായി ഒരു കള്ളക്കഥ മേരിയോട് പറഞ്ഞു. തൽക്കാലം ഹാങ്കിന്റെ എല്ലാ ചികിത്സാ ചിലവുകളും ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്നും വാൾട്ടിനെ കുറിച്ച് നിങ്ങൾക്കാർക്കും അറിയാത്ത ഒരു സത്യമുണ്ടെന്നും സ്കൈലർ മേരിയോട് പറഞ്ഞു. ക്യാൻസറിൽ നിന്നുണ്ടായ മരണഭയം കാരണം കുടുംബം സുരക്ഷിതമാക്കാൻ വാൾട്ട് ചില തീരുമാനങ്ങളെടുത്തു. എന്തു ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് അഗാധമായി പഠിക്കുന്ന വാൾട്ട് എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ ചൂതാട്ട കേന്ദ്രങ്ങളിൽ നടക്കുന്ന ബ്ലാക്ക് ജാക്ക് എന്ന കളിയെക്കുറിച്ച് വിശദമായി പഠിച്ച ശേഷം അതിൽ നിന്നും കോടികൾ സമ്പാദിച്ചിട്ടുണ്ടെന്നും ഗവൺമെന്റിന്റെ അറിവോടെ ചൂതാട്ടം നടക്കുന്ന കാസിനോകളിൽ പോയാൽ അവർ പണം ലഭിക്കുന്നവരുടെ വിവരങ്ങൾ ഇൻകം ടാക്സിന് കൈമാറുമെന്നും അങ്ങനെ ഈ വിവരങ്ങൾ എല്ലാവരും അറിയുമെന്ന് ഭയന്ന വാൾട്ട് രഹസ്യമായി നടക്കുന്ന നിയമവിരുദ്ധമായ ചൂതാട്ട കേന്ദ്രങ്ങളിലാണ് പോയിരുന്നതെന്ന് പറയുന്ന സ്കൈലർ വാൾട്ട് ഇടയ്ക്കിടയ്ക്ക് വീട് വിട്ടു പോയിരുന്നതും മണിക്കൂറുകളോളം നടക്കാൻ പോയിരുന്നതുമെല്ലാം ഇതിന്റെ ഭാഗമായിരുന്നുവെന്നും മേരിയോട് പറഞ്ഞു. എന്നാൽ ആവശ്യത്തിന് പണം സമ്പാദിച്ച ശേഷം വാൾട്ട് ഇപ്പോൾ അതെല്ലാം നിർത്തിയെന്നും ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയെന്നും പറയുന്ന സ്കൈലർ ഹാങ്കിന്റെ ചികിത്സാ ചിലവുകൾ തൽക്കാലം വാൾട്ട് നോക്കുമെന്ന് അവൾക്ക് ഉറപ്പു നൽകി. മേരി അവിടെ നിന്നും പോയ ശേഷം ഇത്ര പെട്ടെന്ന് ആരും വിശ്വസിക്കുന്ന തരത്തിൽ ഒരു കള്ളക്കഥ നീ എങ്ങനെ ഉണ്ടാക്കിയെന്ന് അത്ഭുതത്തോടെ വാൾട്ട് സ്കൈലറിനോട് ചോദിച്ചു. നിന്ന നിൽപ്പിൽ ആരെയും പറ്റിക്കാൻ സാധിക്കുന്ന നിങ്ങളിൽ നിന്നാണ് ഞാൻ അത് പഠിച്ചതെന്നായിരുന്നു സ്കൈലറിന്റെ മറുപടി. മാത്രമല്ല ഹാങ്ക് ഇന്ന് ഈ അവസ്ഥയിൽ കിടക്കാൻ കാരണം നിങ്ങളാണെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ സഹായിക്കേണ്ടത് നിങ്ങളുടെ കടമയാണെന്ന് വാൾട്ടിനെ ഓർമ്മിപ്പിച്ച ശേഷം അവൾ അവിടെ നിന്നും പോയി.